ഇന്ന് രാജ്യത്തെമ്പാടും നടന്ന മോക്ക് ഡ്രിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? ആവേശം കൊള്ളിപ്പിക്കുന്നുണ്ടോ? യുദ്ധസമാനമായ ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ലെറ്റ് മീ സേ. ഇന്ത്യയിൽ 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. എന്താണ് ഈ മോക്ക് ഡ്രിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? രാജ്യത്തൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ ആശയം. അത് നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു യുദ്ധക്കൊതിയൻ അല്ലെങ്കിൽ ഒരു യുദ്ധക്കൊതിയുള്ള ആളുണ്ട് എന്നാണ് അതിനർത്ഥം. യുദ്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നു, യുദ്ധം നിങ്ങൾ കൊതിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അപകടകരമായ കാര്യമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനൊറ്റ ഉദാഹരണം മാത്രമേ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് 1971 ഇൻഡോ പാക് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. 1971 ഇൻഡോ പാക് യുദ്ധം നടന്നതിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണ്? വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ത്യയിൽ ഉണ്ടായത്. വലിയ രീതിയിൽ തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഉണ്ടായത്. വലിയ തോതിൽ ഭക്ഷണത്തിന് ക്ഷാമം നേരിടുകയായിരുന്നു. ഇതെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു യുദ്ധം നമ്മുടെ മുന്നിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതാണ് എന്ന് തന്നെയാണ്. 1971 യുദ്ധം നടന്നതിന് ശേഷം അന്ന് ഇന്ദിരാഗാന്ധിയുടെ സഹയാത്രികനും ഇന്ദിരാഗാന്ധിയുടെ ഉപദേഷ്ടാവുമൊക്കെയായ PN ധർ പിന്നീട് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അത് പിന്നീട് നാഷണൽ ഹെറാൾഡിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു. ആ പുസ്തകത്തിന്റെ ഭാഗത്ത് PN ധർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാലറീഡായ എംപ്ലോയീസിൽ നിന്ന്, സാധാരണക്കാരായ നമ്മളെപ്പോലെ ഒരു ഫിക്സഡ് സാലറി വാങ്ങുന്ന സാധാരണക്കാരായ ജോലിക്കാരിൽ നിന്ന് അവരുടെ ശമ്പള വർധനവ് വെട്ടിക്കുറച്ച് അവർക്ക് ലഭിക്കുന്ന എല്ലാ അലവൻസുകളും വെട്ടിക്കുറച്ച് അത് നിർബന്ധിത ഡെപ്പോസിറ്റായി ഇന്ത്യ സർക്കാർ അന്ന് സ്വീകരിച്ചിരുന്നു. അന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു ഫിക്സഡ് സാലറി വെച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ തോതിൽ പെടാപ്പാട് വിടുന്ന നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ ശമ്പളം കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ അലവൻസുകൾ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. ഇതെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അന്ന് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന PN ധർ എഴുതി പ്രസിദ്ധീകരിച്ച് നമുക്ക് മുന്നിൽ അതൊരു ഉദാഹരണമായി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും മറ്റൊരു യുദ്ധത്തിന് വേണ്ടി കൊതിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, ഡിഫൻസ് മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ വലിയ തോതിൽ ചെലവ് വർദ്ധിച്ചു രാജ്യത്തിന്. അതായത് പ്രതിരോധ മേഖലയിൽ യുദ്ധം സംഭവിക്കുമ്പോൾ കൂടുതൽ സാമഗ്രികൾ, യുദ്ധസാമഗ്രികൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കൂടുതൽ പണം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ചെലവഴിക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ ഇല്ലാതാവുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ തന്നെ നേരിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് സംഭവിച്ചത് 1972-73 കാലത്ത് അന്നത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ടുകൂടി 8% നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, നമ്മുടെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിൽ നിന്ന് 8% കുറവുണ്ടാകുന്ന സാഹചര്യം അന്നുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, വിലക്കയറ്റത്തിലേക്ക് പോകുന്നു രാജ്യം എന്നതാണ്. മൂന്നാമത്തെ കാര്യം വിലക്കയറ്റം തന്നെയാണ്. അതായത് 1972-73 കാലത്ത് 23% വിലക്കയറ്റം ഉണ്ടായിരുന്നത്. അത് പിന്നീട് 74 പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും 30% വില വർദ്ധിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുന്നു. അതായത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് 30% വില വർധന ഉണ്ടാകുന്നു. നിങ്ങൾ ഇതിനെല്ലാം കൂട്ടി വായിക്കണം. നമ്മുടെ ശമ്പളം ഇല്ലാതാവുന്നു, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ശമ്പള വർധനവില്ലാതാകുന്നു, നമുക്ക് ലഭിക്കുന്ന അലവൻസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇതെല്ലാം സർക്കാർ നിർബന്ധിത നിക്ഷേപമായി സ്വീകരിച്ച് അതേ സമയത്ത് വലിയ വില വർധനവ് പുറത്ത് സംഭവിക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം ജീവിതം എത്രത്തോളം ദുഷ്കരമാവുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യ ഇസ്രായേൽ പലസ്തീനെ നേരിട്ടതുപോലെ പാകിസ്ഥാനെ നേരിടണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആക്രോശിക്കുന്ന മനുഷ്യരുണ്ട്. അവരറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇസ്രായേലിൽ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി പലസ്തീനെതിരെ, ഗാസയ്ക്കെതിരെ നടത്തുന്ന ഈ അതിക്രമണത്തിന്റെ ഭാഗമായി അവർക്ക് സംഭവിച്ച ഈ പറയുന്ന സാമ്പത്തിക മേഖലയിൽ അവർക്ക് സംഭവിച്ച തിരിച്ചടി എത്രത്തോളം ശക്തമാണ് എന്നുകൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി പരിശോധിക്കണം. ഇസ്രായേലിന് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി യുദ്ധം നടത്താൻ വേണ്ടി മാത്രം ചെലവായത് $55.6 ബില്യൺ ആണ്. എന്ന് വെച്ചാൽ പ്രതിരോധ മേഖലയിൽ സാധാരണ ചിലവാക്കുന്നതിനേക്കാൾ 93% അധികം പണം ചിലവഴിച്ചു ഇസ്രായേൽ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ മാറ്റങ്ങൾ അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 4.5% വളർച്ച ഉണ്ടായിരുന്ന ഇസ്രായേലിന് 2.5% ആ വളർച്ച താഴോട്ട് പോയി. അത് മാത്രമല്ല, യുദ്ധം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ അവിടുത്തെ GDP, ഇസ്രായേലിന്റെ GDP 20.7% ഇടിഞ്ഞു.
ഇതാണ് ആ രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇത് മാത്രമാണോ? പലസ്തീനിയൻ ജനതയ്ക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നതിലൂടെ ഇസ്രായേലി കമ്പനികളിൽ നിന്നെല്ലാം ഏകദേശം 1,60,000 പലസ്തീനിയൻ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു എന്താ പറയുക, എക്കണോമിക് ബാക്ക്ലാഷ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ എല്ലാം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഫീഡുകളിൽ വന്ന് നിറഞ്ഞത് എന്താണ്? ഗാസയിലെ ഭക്ഷണം ലഭിക്കാത്ത കുട്ടികളുടെ വിഷ്വലുകളാണ് നമ്മുടെ എല്ലാവരുടെയും ഫീഡുകളിൽ വന്നത്. 40 ദിവസമായി 90 ദിവസമായി ഭക്ഷണം കിട്ടാത്ത കുടുംബങ്ങൾ, കുട്ടികൾ, ഇവരുടെയൊക്കെ വിഷ്വലുകൾ, ഇവരുടെയൊക്കെ കരച്ചിലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. I will face this starvation as my people. യുദ്ധം നിങ്ങളെ പണമില്ലാത്തവരാക്കി മാറ്റുക മാത്രമല്ല, യുദ്ധം നിങ്ങളെ ദരിദ്രരാക്കുക മാത്രമല്ല, യുദ്ധം ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ഹങ്കർ, വിശപ്പ് എന്ന് പറയുന്നത് പോലും ഒരു ആയുധമായി മാറുന്ന സാഹചര്യം നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം, ഒരു യുദ്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ കൊതിക്കുന്നതെങ്കിൽ, നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് വിശപ്പാണ്, തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്. ഈ 3 കാര്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടോ? ഇപ്പോഴും നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ ഇതിനിടയിലെല്ലാം ആളുകൾ യുദ്ധം കൊതിക്കുന്നു, ആളുകൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ആളുകൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വാർ മോങ്കറിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിലെ മാനസികാവസ്ഥ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിലും നമുക്ക് ജീവിച്ചു പോകാൻ പോലും പറ്റാത്ത സാമ്പത്തിക ചുറ്റുപാടിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ പോലും ആളുകൾ യുദ്ധത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, കള്ളം പറയുന്നുണ്ടെങ്കിൽ, അത് ചെയ്യുന്നവർ ഒരിക്കൽ പോലും യുദ്ധം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരോ കണ്ടവരോ അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നേരിട്ട് പോരാടിയിട്ടുള്ളവരല്ല. അവരെല്ലാവരും തങ്ങളുടെ ലിവിംഗ് റൂമിൽ ടെലിവിഷന് മുന്നിൽ കസേരയിട്ടിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ച് യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി ആക്രോശിക്കുകയും ചെയ്യുന്നവരാണ്. ഇതെൻ്റെ വാക്കുകളല്ല, വിഖ്യാത എഴുത്തുകാരൻ ജോർജ് ഓർവെൽ പറഞ്ഞതാണ്. നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഒരിക്കൽ കൂടി ഉള്ളിൽ ചോദിച്ചു നോക്കണം.